USS മോഡൽ ടെസ്റ്റ് 77. ഒന്നാമത്തേത് എക്സ് മൈനസ് വൈ ഇൻറ്റു സെഡിന് തുല്യമായത് ഏത്? എക്സ് മൈനസ് വൈ എന്ന് കഴിഞ്ഞ് ഇവിടെ ചിഹ്നങ്ങളൊന്നും ഇല്ല. ചിഹ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഗുണിക്കണം എന്നാണ്. അപ്പോൾ ഈ ബ്രാക്കറ്റിലുള്ള രണ്ട് സംഖ്യകളെയും z കൊണ്ട് ഗുണിക്കണം. എക്സ് സെഡ് കുറയ്ക്കണം വൈ സെഡ്. ഉത്തരം സി, എക്സ് സെഡ് മൈനസ് വൈ സെഡ്. താഴെ തന്നിരിക്കുന്നവയിൽ അനഘസംഖ്യ ഏത്? ഏതാണ് അനഘസംഖ്യ? അനഘസംഖ്യ എന്നാൽ എന്താണ്? സംഖ്യ ഒഴികെയുള്ള ഘടകങ്ങളുടെ തുക സംഖ്യ തന്നെ ആവുന്ന അത്തരം സംഖ്യകളെയാണ് അനഘസംഖ്യകൾ എന്ന് പറയുന്നത്. 6 ഏറ്റവും ചെറിയ അനഘസംഖ്യ. നോക്കൂ, 6ന്റെ ഘടകങ്ങൾ, 6നെ 6 ഭാഗങ്ങളായി തിരിച്ചു. 6 സമം 1 ഗുണിക്കണം 6. അതിനെ 2 എണ്ണം കൂട്ടിച്ചേർത്താൽ 6 സമം 2 ഗുണിക്കണം 3. 6 സമം 3 ഗുണിക്കണം 2. 6 സമം 6 ഗുണിക്കണം 1. അങ്ങനെ ഘടകങ്ങൾ 1, 2, 3, 6 6ന്റെ ഘടകങ്ങൾ. ഈ ഘടകങ്ങളിൽ 6 ഒഴിച്ചുള്ള മറ്റു ഘടകങ്ങൾ കൂട്ടിയാൽ 1 കൂട്ടണം 2 കൂട്ടണം 3, 1 2 3 3 6 എന്ന് കിട്ടും. ഇനി അതുപോലെ 28 ഒഴിച്ചുള്ള മറ്റു ഘടകങ്ങൾ കൂട്ടി നോക്കൂ, തുക 28 ആയിരിക്കും. ഇത്തരം സംഖ്യകളെയാണ് അനഘസംഖ്യകൾ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളവയിൽ ഏതാണുള്ളത്? 28 അനഘസംഖ്യയായിട്ട് ഉള്ളത്. ഏറ്റവും ചെറിയ അനഘസംഖ്യ 6, രണ്ടാമത്തേത് 28. 794 നിന്ന് ഏറ്റവും കുറഞ്ഞ ഏത് എണ്ണൽ സംഖ്യ കുറച്ചാൽ പൂർണ്ണവർഗം ആകും? ഇവിടെ നമുക്ക് 1 മുതൽ 30 വരെയുള്ള സംഖ്യകളുടെ വർഗം കാണാതെ പഠിക്കണം. എന്നാലേ പല ചോദ്യങ്ങൾക്കും എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താൻ ആവൂ. അങ്ങനെ പഠിച്ചവർക്ക് അറിയാം, 794 നിന്ന് 10 കുറച്ചാൽ 784 കിട്ടും. 784 എന്നത് 28ന്റെ വർഗമാണ് എന്ന് അറിയാം. അപ്പോൾ ഉത്തരം 10. ഇനി അതല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ അവസാനത്തെ അക്കത്തിൻ്റെയും അക്കത്തുകകളുടെയും പ്രത്യേകതകൾ കണ്ടെത്തി ഉത്തരത്തിൽ എത്താം. നാലാമത്തെ ത്രികോണസംഖ്യ ഏത്? ത്രികോണസംഖ്യകൾ ഏതെല്ലാമാണ്? 1, 1 2 3, 1 2 3 3 6, 1 2 3 3 3 6, 6 4 10. അപ്പോൾ നാലാമത്തെ ത്രികോണസംഖ്യ 10 എന്ന് കിട്ടും. ഇനി എത്ര വലിയ സംഖ്യ, നാലാമത്തെ എന്നുള്ളതിന് പകരം 100ാമത്തെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ സൂത്രവാക്യം അറിഞ്ഞിരുന്നാൽ ഏതിൻ്റെയും ഉത്തരം പെട്ടെന്ന് കിട്ടും. n 1 കൂട്ടണം 2 കൂട്ടണം 3 കൂട്ടണം n എന്നുള്ളത് ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക നാം മുന്നേ പഠിച്ചിട്ടുണ്ട്. എന്താണ്? n ഗുണിക്കണം n+1/2. അപ്പോൾ ഈ സൂത്രവാക്യത്തിൽ നിന്ന് എത്രാമത്തെ ത്രികോണസംഖ്യ ഏത് എന്ന് ചോദിച്ചാലും ഉത്തരം കണ്ടെത്താം. 3136 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുള്ള സമചതുരത്തിന്റെ ചുറ്റളവെന്ത്? പരപ്പളവ് a² ആണെങ്കിൽ വശം ഇൻറ്റു വശം, ഒരു വശം സമം 3136ന്റെ സ്ക്വയർ റൂട്ട്, വർഗമൂലം. അത് ഘടകക്രിയാരൂപത്തിൽ ചെയ്യാം. അതിനേക്കാളും പെട്ടെന്ന് ഗുണനപ്പട്ടികയൊക്കെ നന്നായിട്ട് അറിയുന്നവർക്ക് വേഗത്തിൽ ചെയ്യാൻ കഴിയുന്ന മറ്റൊരു രീതിയാണ് ദീർഘഹരണ രീതി. ആ രീതിയിൽ ആദ്യം ഗ്രൂപ്പുകളായി തിരിക്കേണ്ടതുണ്ട്. വലതുഭാഗത്തുനിന്ന് ഒന്നുകളുടെ സ്ഥാനത്തുനിന്ന് തുടങ്ങണം. 2 എണ്ണം വീതമുള്ള ഗ്രൂപ്പാക്കണം. ഇവിടെ ഒരു കോമട്ടു. അപ്പോൾ 31 ഒരു ഗ്രൂപ്പ്, 36 മറ്റൊരു ഗ്രൂപ്പ്.
31 തൊട്ട് താഴെയുള്ള വർഗസംഖ്യ ഏത് എന്ന് നോക്കുക. ഏതാണ് വർഗസംഖ്യ? 25 ആണ്. 25 കിട്ടാൻ 5 ഗുണിക്കണം 5 സമം 25. ഇനി ഹരണക്രിയയിലെ പോലെ കുറയ്ക്കുക. 6 കുറച്ചു. സാധാരണ ഹരണക്രിയക്ക് 1 ഇറക്കിയിടുക. ഇവിടെ ദീർഘഹരണത്തിൽ സ്ക്വയർ റൂട്ട് കാണാൻ, വർഗമൂലം കാണാൻ രണ്ട് സംഖ്യകൾ, ഒരു ഗ്രൂപ്പിലെ രണ്ട് സംഖ്യകൾ ഒന്നിച്ച് ഇറക്കിയിടണം. അപ്പൊ 636 എന്ന് കിട്ടി. ഇനി 5ന്റെ ഈ മുകളിലുള്ള സംഖ്യയുടെ ഇരട്ടി, ഈ 5ന്റെ ഇരട്ടി ഇവിടെ എഴുതണം ആദ്യം. 5ന്റെ ഇരട്ടി എത്രയാണ്? 10. അത് കുറച്ച് വശത്തേക്ക് മാറ്റി എഴുതണം. അവിടെ ഒരു സംഖ്യയും കൂടി എഴുതാണ്ട് അതേ സംഖ്യ തന്നെ 5 ഗുണിക്കണം 5 എന്ന് എഴുതിയില്ലേ, അതേപോലെ ഒരേ സംഖ്യ മുകളിലും ഈ സൈഡിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ഗുണിച്ചാല് 6 36, 6 0 0 3, 6 1 6, 636 എന്ന് കിട്ടി. അത് ഏത് സംഖ്യ ഇട്ടാലാണ് ഇതുപോലെ കിട്ടുക എന്ന് നോക്കിയിട്ട് അതനുസരിച്ച് സംഖ്യ ഇടണം. അപ്പൊ അങ്ങനെ ആവുമ്പോൾ എത്രയാണ് ഇവിടെ 3136ന്റെ വർഗമൂലം? 56. ഒരു വശം കിട്ടി. ഇനിയോ ചുറ്റളവ് കാണണം. ചുറ്റളവ് എത്രയാണ്? 56 ഗുണിക്കണം 4. 4 വശങ്ങളുടെയും തുക, 4 വശങ്ങൾ കൂട്ടുന്നതിന് പകരം ഗുണിക്കണം 4 എന്നിട്ടാൽ മതി. അപ്പൊ എത്രയായി? 224 സെന്റിമീറ്റർ. 5000 രൂപയ്ക്ക് 6% നിരക്കിൽ 3 വർഷത്തെ കൂട്ടുപലിശ എത്ര രൂപ? കൂട്ടുപലിശ എന്നാൽ ഓരോ വർഷവും പലിശ മുതലിനോട് കൂട്ടണം. ഇവിടെ 5000 രൂപയാണ് മുതൽ. ഒന്നാമത്തെ വർഷത്തെ പലിശ 5000ന്റെ 6% എന്നാൽ 300. രണ്ടാം വർഷം 5300 മുതൽ. അപ്പോൾ 5300ന്റെ 6% എന്നാൽ 318. മൂന്നാം വർഷോ 5300 318 കൂടി ആയാൽ 5618. അതിന്റെ 6% എന്നാൽ 337. തുകയോ ഇത് 3 കൂടി കൂട്ടിയാൽ 955 രൂപ. 8, 11, 14, 17 എന്ന സംഖ്യാക്രമത്തിന്റെ ബീജഗണിത രൂപം ഏത്? ഇത് ബ്രാക്കറ്റിൽ തന്നിട്ടുള്ള ഉത്തരങ്ങളിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്താം. 8 + n, n-ന് 1 2 3 എന്നൊക്കെ വില കൊടുത്താൽ 8 1 9, 8 2 10 എന്നൊക്കെയാണ് വരിക. അതല്ല. രണ്ടാമത്തേതോ 3 ഗുണിക്കണം 1 കൂട്ടണം 5, n-ന്റെ സ്ഥാനത്ത് 1 2 3 4 എന്ന് കൊടുത്താൽ ഉത്തരം ശരിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഉത്തരം 3n + 5. 5, 13 ഇവയോടൊപ്പം പൈതഗോറസ് ത്രയം ആകുന്ന സംഖ്യ ഏത്? പൈതഗോറസ് ത്രയം എന്ന് പറഞ്ഞാൽ ഒരു മട്ടത്രികോണത്തിന്റെ വശങ്ങളാകാവുന്ന സംഖ്യകൾ. മട്ടത്രികോണത്തിന്റെ വശങ്ങളുടെ പ്രത്യേകത എന്താണ്? പാദം സ്ക്വയർ + ലംബം സ്ക്വയർ = കർണം സ്ക്വയർ ആയിരിക്കും. അങ്ങനെ രണ്ട് സംഖ്യകളുടെ വർഗങ്ങളുടെ തുകയായി മൂന്നാമത്തെ സംഖ്യയുടെ വർഗം ആണെങ്കിൽ അത്തരം സംഖ്യകളെ പൈതഗോറസ് ത്രയങ്ങൾ എന്ന് പറയുന്നു. ഇവിടെ തന്നിട്ടുള്ള രണ്ട് സംഖ്യകളുടെയും വർഗങ്ങൾ തമ്മിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ മൂന്നാമത്തെ സംഖ്യയുടെ വർഗം കിട്ടും. ഇവിടെ കുറയ്ക്കുമ്പോൾ 12 സ്ക്വയർ 144 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഉത്തരം 12. 3x കുറയ്ക്കണം 9 = 12 ആയാൽ x-ന്റെ വില എന്ത്? x-ന്റെ വില കാണാൻ x-നെ തന്നെ നിർത്തണം. തനിയെ നിർത്താൻ വേണ്ടി 3x കുറയ്ക്കണം 9 എന്നുള്ളത് കുറയ്ക്കണം 9 എന്നുള്ളത് സമചിഹ്നത്തിന്റെ മറുഭാഗത്തേക്ക് കൊണ്ടുപോകണം. മറുഭാഗത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -9 എന്നുള്ളത് +9 എന്നാകും. അപ്പോൾ 21 എന്ന് കിട്ടി. 3x = 21 എന്ന് കിട്ടി. 3x എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ഗുണിക്കണം x. ആ ഗുണിക്കണം എന്നുള്ളത് സമചിഹ്നത്തിന്റെ മറുഭാഗത്തേക്ക് എത്തുമ്പോൾ ഹരിക്കണം എന്നാവും. അപ്പോൾ 21 ഹരിക്കണം 3 = x. 7 3 21. ഉത്തരം A 7.
4x സമം 0 ആയാൽ എക്സിന്റെ വില എന്ത്? 4നെ 0 കൊണ്ട് ഗുണിച്ചാലാണ് 0 കിട്ടുക. അപ്പോൾ x സമം 0. ഓക്കെ, താങ്ക് യു, ബൈ.